രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സൂപ്പർ പ്രതിപക്ഷമായി ഒരു ഗവർണർ മാറുന്ന കാഴ്ചയ്ക്കായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ 2019 കേരളത്തിലെ ഗവർണർ പദവി ഏറ്റെടുത്ത് മുതൽ ഇങ്ങോട്ട് കേരളം സാക്ഷിയായത്. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടായതോടെ കലാലയങ്ങളിലെ സമരങ്ങളെ മറന്നുപോയ SFIക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ വരവും നിലപാടുകളും സമരമുഖത്തെ പുറംതട്ടിയെടുക്കാനുള്ള പുതിയ ഊർജമായി. അത്രമാത്രമായിരുന്നു സർവകലാശാലകളിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തുറന്നുവിട്ട നിയമ പോരാട്ടങ്ങളും തെരുവു യുദ്ധങ്ങളും. താനൊരു റബ്ബർ സ്റ്റാമ്പ് അല്ലെന്ന് തെളിയിക്കാൻ ഗവർണർ പദവി പോലും ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞ സർക്കാരും തിരിച്ചടിച്ചപ്പോൾ പല വിചിത്ര കാഴ്ചകളും കേരളത്തിലുണ്ടായി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ കടുംപിടുത്തങ്ങൾക്ക് വഴങ്ങിയതിൽ വിമർശനമുയരുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധവുമായി CPMഉം രംഗത്തെത്തി. ഗവർണറാണ് സമവായത്തിനായി മുഖ്യമന്ത്രിയെ സമീപിച്ചതെന്നാണ് CPM വിശദീകരണം. ഇക്കാര്യത്തിൽ ലോക്ഭവൻ ഓഫീസിന്റെ മറുപടിയാണ് ഇനി അറിയേണ്ടത്. ഗവർണർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാലും അനുനയം എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്ക് എതിരായ വിമർശനം തള്ളി CPM വൈകിയിറക്കിയ പ്രസ്താവന സമ്മർദ്ദം മൂലമാണെന്നും വിലയിരുത്തലുണ്ട്. സിസ തോമസിനെ ഒരു തരത്തിലും VC ആയി അംഗീകരിക്കില്ല എന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ പിന്നീട് വിട്ടുവീഴ്ചയ്ക്ക് തീരുമാനിച്ച കാര്യം CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. PM ശ്രീക്ക് പിന്നാലെ ഇക്കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്താൽ പൊതുസമൂഹത്തിൽ വിമർശനമുണ്ടാകുമെന്ന വിലയിരുത്തൽ CPM സെക്രട്ടേറിയറ്റിലുണ്ടായി. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ എതിർത്തു. യോഗത്തിൽ ഒരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്തില്ല. രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. സമവായം പാർട്ടി അറിഞ്ഞില്ലെന്നും വിമർശനമുയർന്നു. VC നിയമനത്തിലെ വിട്ടുവീഴ്ച പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല. ഗവർണറുമായി സമവായത്തിന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണെന്നും സമവായ നീക്കം പാർട്ടി അറിഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞപ്പോൾ മാത്രമാണെന്നായിരുന്നു വിമർശനം. ആരാകണം VC എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചോട്ടെ എന്നാണ് ഉചിതമായ നിലപാടെന്നും അഭിപ്രായമുയർന്നു. അതേസമയം യോഗത്തിൽ എതിർപ്പുയർന്നിട്ടും മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സർക്കാർ നിലപാടാണെന്ന് ആവർത്തിക്കുകയായിരുന്നു.